അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 14 മൈൽ 4 സെന്റ് കോളനിയിൽ പാത്രച്ചാലിൽ ഏലമ്മ കുഞ്ഞപ്പൻ അടച്ചുറപ്പുള്ള ഭവനത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. 2023 കാലവർഷത്തിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിച്ചതോടെ വീട് താമസയോഗ്യമല്ലാതായി. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അടുത്ത വീടുകൾക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ്. എത്രയും വേഗം അടച്ചുറപ്പുള്ള ഭവനം ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 14 മൈൽ 4 സെന്റ് കോളനി സ്വദേശിയായ ഏലമ്മ കുഞ്ഞപ്പൻ അടച്ചുറപ്പുള്ള ഭവനത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്തിലെ 18-ാം വാർഡിലാണ് ഏലമ്മ കുഞ്ഞപ്പൻ താമസിക്കുന്നത്. 2023 കാലവർഷത്തിൽ ഏലമ്മയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താമസയോഗ്യമല്ലാതായി. വീടിനും കേടുപാടുകൾ സംഭവിച്ചു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതുകൊണ്ട് അടുത്ത വീടുകൾക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിലും വില്ലേജിലും കളക്ടറേറ്റിലടക്കം പരാതി സമർപ്പിച്ചതിനെ തുടർന്ന് അധികൃതർ സന്ദർശനം നടത്തി മടങ്ങി. എന്നാൽ നാളിതുവരെയായും ഭവനത്തിനായുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വാർത്ത കൊടുക്കാൻ കാരണം എൻ്റെ നവംബർ 4-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഇപ്പുറം ഇടിഞ്ഞ് മഴയത്ത് ഭയങ്കര മഴയായിരുന്നു അന്ന് പോയ ഭിത്തിയാണത്. അപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വില്ലേജിൽ നമ്മുടെ MLA സാറിനെ എല്ലാവരും വിളിച്ചു. പിറ്റേ ദിവസം 2 കൂട്ടരും വന്നു. MLA സാറ് വന്നു, നമ്മുടെ വില്ലേജിൽ നിന്ന് സാറുമാർ വന്നു, പഞ്ചായത്തിൽ നിന്ന് വന്നു. എല്ലാവരും കണ്ടും കേട്ടും പറഞ്ഞു അതിന് തീരുമാനം ഉണ്ടാക്കാമെന്ന് MLA സാറ് മാത്രം പറഞ്ഞു. ഒത്തിരി താമസം വരും, പെട്ടെന്ന് ഉണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് സംരംഭിച്ച് കെട്ടാൻ എനിക്ക് കഴിവില്ല. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, എൻ്റെ മക്കൾക്കും കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒന്ന് സഹായം ചെയ്യൂ. വിധവയായ ഏലമ്മ ഒറ്റയ്ക്കാണ് താമസം. വീടിന് കേടുപാടുകൾ സംഭവിച്ച് അടച്ചുറപ്പില്ലാത്ത ഭവനമായതിനാൽ അടുത്തുള്ള വീടുകളിലായിരുന്നു താമസം. വീടിന്റെ കേടുപാടുകൾ മാറ്റുവാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാനോ ഏലമ്മയ്ക്ക് സാമ്പത്തികമായ ശേഷിയില്ല. അടച്ചുറപ്പുള്ള ഒരു ഭവനം എത്രയും വേഗം അധികൃതർ ഇടപെട്ട് നിർമ്മിച്ചു നൽകണമെന്നാണ് ഏലമ്മയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.